അവർക്ക് രണ്ടുപേർക്കും, അതായത് ഉണ്ണിയുടെ വീട്ടുകാർക്കും ഉണ്ണിക്കും അങ്ങനെ ഡിഫറെന്റ് ആയ ചോയ്സസ് അല്ല. എനിക്ക് സംസാരിച്ചപ്പോഴും അങ്ങനെയാ മനസ്സിലാവും. ഉണ്ണിയുടെ ചോയ്സ് ആയാലും ഉണ്ണിയുടെ പേരൻസിന്റെ ചോയ്സ് ആയാലും ഒന്നാണ്. അങ്ങനെ ഒരു പെൺകുട്ടീനെ മഹിമ കണ്ട ഉണ്ണിയോട് പറയോ? പറയും. പിന്നെ ഡെഫിനറ്റ്ലി ബ്രോക്കർ ഫീസ് കൊടുക്കണം. ഫ്രണ്ട്ഷിപ്പ് ഇവിടെ എന്നിട്ട് കണ്ടുപിടിച്ചാ പറയണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ കല്യാണം എവിടെയായിരിക്കും, അപ്പൊ എന്നെ ഇൻവൈറ്റ് ഇല്ല, ഞാനും ആ എന്റെ കുട്ടിയും ഞങ്ങളുടെ കുടുംബക്കാരും മാത്രം, നീ ഒന്നും വരാൻ പാടില്ല. എന്നിട്ടാണ് ഫ്രണ്ട്ഷിപ്പ്. അത് സത്യം. പ്രൈവസി ആവശ്യപ്പെട്ടു ആണ്. അല്ല, ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കത്തിക്കേറിയ സോഷ്യൽ മീഡിയ കത്തി നിന്ന് എന്താണെന്നറിയോ, അനുശ്രീയും ഉണ്ണി മുകുന്ദനും കല്യാണം കഴിക്കാൻ പോകുന്നു രാവിലെ. അയ്യോ എന്റെ അമ്മ, ഞാൻ രാവിലെ എടുത്ത് ഞാൻ വെച്ചു ഇനി അനുവിനെ വിളിക്കണോ വേണ്ട, അനുശ്രീയായിട്ടാ കേട്ടെ ഞാൻ, പുതിയതാണല്ലോ അനുശ്രീയായിട്ട് ഞാൻ കേട്ടായിരുന്നു. ഇവരെവിടെയോ ഒരു ഇതിനൊക്കെ പങ്കെടുത്തതിന്റെ പേരിൽ കുറെ റീൽസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇവർ കല്യാണം കഴിക്കാൻ പോവാണ്. അങ്ങനെയുള്ള ട്രോളുകൾ കാണുമ്പോൾ മൈമയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനത്തെ റൂമർ വന്നിട്ടില്ലല്ലോ. കല്യാണം കഴിക്കാൻ പോകുന്നൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, നമ്മുടെ റൂമർ വന്നിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചൂടെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ? ആര് എന്നോട് അറിയാൻ ചോദിച്ചാ? എന്നോട് ഞാൻ കമന്റ്സ് വായിക്കാറുണ്ട് കേട്ടോ. കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്ക് കല്യാണം കഴിച്ചുകൂടെയെന്ന് അങ്ങനെ ചോദിക്കുന്നേ. അവരോട് എന്താ മറുപടി പറയാനുള്ള? പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പൊ ഒരു മറുപടി പറയാൻ പറഞ്ഞ എന്ത് പറയും? കല്യാണം കഴിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ അതിപ്പോ തോന്നണ്ടേ? അല്ല, കല്യാണം ഇപ്പം നമ്മള് രണ്ട് മൂന്ന് ഫോട്ടോ അല്ലെങ്കിൽ 2 വീഡിയോസ് കണ്ടെന്ന് വെച്ചപ്പോ നമുക്ക് കല്യാണം കറക്റ്റ്. അപ്പൊ ആ പേഴ്സണൽ ചോയ്സസ് നമ്മൾ വിട്ടു തന്നിരിക്കുന്നു. കീരവാണീനെ പോലും പാട്ടുപാടി ഞെട്ടിച്ച ഒരാളാണ് മഹിമ നമ്പ്യാർ എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ണീന്റെ കണ്ണിൽ നോക്കിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് വരി പാട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് കിടക്കാൻ പോകുന്നു. 2 വരി കണ്ണിൽ നോക്കിയിട്ട് പാട്ട്, 2 വരി. ആ, കീരവാണീനെ ഞെട്ടിച്ച പാട്ടാവാം, ഏത് പാട്ട് വേണോ ആവാം. എനി പാർട്ട് ഓഫ് ഉണ്ണി ഈസ് ഓൾസോ വെരി ഫൈൻ. വി ആർ ഏത് പാട്ട് പാടണം? ഗുഡ് സോങ് യു സിംഗ്. യാ, ഇങ്ങോട്ട് നോക്കുന്നാലല്ലേ കണ്ണിൽ നോക്കി പാടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മൂക്കിൽ നോക്കി പാടേണ്ടി വരും. അവിടെയൊക്കെ നോക്കി പാട്ട് പാടും, ക്യാമറ നോക്കി പാട്ട് പാടും. ശരി, ഉണ്ണീനെ നോക്കി പാടണം, എന്നാലേ ആ ജയ് ഗണേഷ് വൈബ് കിട്ടുള്ളൂ. വൈബ്, ജയ് ഗണേഷ് വൈബ്. നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയെ എന്തേ ഇങ്ങനെ മായാജാലമോ നിന്നെ തന്നെ ഞാൻ എവിടെ മറന്നോ, നിറമായി നിഴലായി നീയില്ലേ എന്നാളും. പക്ഷെ ഉണ്ണി എന്നാ ഉണ്ണി കണ്ണി നോക്കാത്ത മഹിമയുടെ? അത് ഞാൻ ഇല്ലാത്ത പാട്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തോ പോലെ. ഞാൻ ആക്ച്വലി സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് ഇതൊക്കെ ഓക്കെയാണ്. ഇപ്പൊ പണ്ടത്തെക്കാളും കുറച്ചും കൂടി ഉള്ള പാട്ട് ഞാൻ ശരി, ഉള്ള പാട്ട് പാടിക്കോ. അതെ. നമ്മുടെ ഏത് പാട്ടാ? ഒരു പാടുവാൻ നിന്നെ കുറിച്ചുള്ള ഒരു പാട്ടു മാത്രമെൻ ചുണ്ടിൽ മതി.